പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കുന്നു. അവിടേക്ക് ഹിഡൻ ഷോർട്ട് വില്ലേജ് വന്ന് ലീഫ് വില്ലേജുമായിട്ട് ഇപ്പൊ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ടൈമില് അവിടേക്ക് തേർഡ് ഹൊക്കാഗ വന്ന് ആളുടെ നിഞ്ച ടൂൾസ് ഒക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. ഹൊക്കാഗ പറയും, ഞാൻ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ടൂൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് നേരെ വലിച്ചെറിഞ്ഞ് അവരുമായിട്ട് ഈ യുദ്ധത്തില് നിങ്ങൾ ജയിക്കണം. അത് കേൾക്കേണ്ട താമസം അവരെല്ലാവരും അവൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ കാക്കാഷിക്ക് ഒരുപാട് വിഷമായി അവൻ അങ്ങനെ ഇരിക്കുകയാണ്. അവന് പരുക്ക് പറ്റിയപ്പോ ഗിൻ അവനെ സംരക്ഷിച്ച കാര്യവും ഒബീട്ടോ അവൾക്ക് വേണ്ടി കാക്കാഷിയോട് ഫൈറ്റ് ഇട്ട കാര്യവും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവനിപ്പോ ഓർക്കാൻ തുടങ്ങും. അവസാനമായിട്ട് തേർഡ് ഹൊക്കാഗ പറഞ്ഞ കാര്യവും അവനിപ്പോ ആലോചിക്കും. റൂൾസുകൾക്കപ്പുറവും ചില കാര്യങ്ങള് നമ്മൾ ചെയ്തു തീർക്കാനുണ്ട്. കാക്കാഷി പതിയെ ഇപ്പൊ അവന്റെ പപ്പയെ ഓർക്കും. കാക്കാഷിയുടെ പപ്പയുടെ സ്ഥാനത്ത് തന്നെ അവനിപ്പോ ഒബീട്ടോയെ കാണാണ്. കൂടെയുള്ളവരെ അപകടത്തിലേക്ക് തള്ളിവിടുന്നത് അത് വേസ്റ്റിലും താഴെയുള്ളവരുടെ സ്വഭാവമാണ്. ഒബീട്ടോ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഇപ്പൊ കാക്കാഷിക്ക് ഒരുപാട് വിഷമാവും. അപ്പോ ഇവിടെ ഒബീട്ടോ അവളെ ഫോളോ ചെയ്ത് ആ വില്ലന്മാരുടെ ഹൈഡ് ഔട്ടിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അവൻ ചുറ്റും നോക്കും, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു, ഇനി എങ്ങനെയെങ്കിലും എനിക്ക് ഗിന്നിനെ കണ്ടുപിടിക്കണം. അവൻ ആ വില്ലന്മാരുടെ ഹൈഡ് ഔട്ടിലേക്ക് വരുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും ആരോ അവിടേക്ക് വന്നിട്ടുണ്ടെന്ന്. അവരവനെ കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്യും. അതിലൊരുത്തൻ ഇപ്പൊ ഇൻവിസിബിൾ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. ഇവിടെ ഒബീട്ടോ അവൻ ഓടി അടുക്കാൻ നേരം ഇപ്പൊ വില്ലൻ അവൻ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ ഒബീട്ടോയെ പിടിച്ചു വലിക്കാൻ നേരം അവിടേക്ക് കാക്കാഷി ചാടി വീണ് അവന്റെ കൈ പിടിച്ച് തിരിച്ച് ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. ആക്ച്വലി നമ്മുടെ കാക്കാഷിയും അവളെ രക്ഷിക്കാനായിട്ട് അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അതിനവൻ കാക്കാഷിയോട് ചോദിക്കും, എന്തുപറ്റി, എന്തിനാ നീ ഇവിടേക്ക് വന്നേ ചോദിക്കുമ്പോ അതിന് കാക്കാഷി പറയും, നിങ്ങളെപ്പോലെ മുലകുടി മാറാത്ത പിള്ളേരെ വില്ലന്മാർക്ക് മുൻപിലേക്ക് വലിച്ചെറിയാൻ എന്നെ കൊണ്ടാവില്ല. അപ്പൊ ഒരു തടിയും വില്ലൻ ഒരു കത്തിയെടുത്ത് ഇപ്പൊ അവരുടെ മുൻപിലേക്ക് ചാടി വീഴും. ഒബീട്ടോ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ചാടി ചാടി നിൽക്കും. അതിന് കാക്കാഷി പറയും, വേണ്ട വേണ്ട, മാറി നിക്കടാ, നിന്റെ ഗാർഡ് ഉപയോഗിച്ച് നിന്നെ പ്രൊട്ടക്ട് ചെയ്യ്. പക്ഷെ ഒബീട്ടോ അത് മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പൊ മുൻപോട്ട് നടക്കും. വില്ലൻ ഇൻവിസിബിൾ ആയി വന്ന് ഇപ്പൊ ഒബീട്ടോയ്ക്ക് നേരെ എടുത്തു ചാടും. അത് കണ്ട കാക്കാഷി ആവട്ടെ അവനെ കവർ ചെയ്ത് ഇപ്പൊ ഒബീട്ടോയ്ക്ക് മുൻപിൽ കയറി നിൽക്കും. വില്ലന്റെ കത്തി കൊണ്ട് ഇപ്പൊ കാക്കാഷിക്ക് അവന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടും. അങ്ങനെ അവിടെ വെച്ചാണ് കാക്കാഷിക്ക് ആദ്യമായിട്ട് അവന്റെ കണ്ണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഒബീട്ടോ കരയാണ്. കാക്കാഷി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒബീട്ടോയ്ക്ക് മനസ്സിലാവും തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പേര് പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട്. ഇത്തവണയെങ്കിലും ഇവരെ രണ്ടുപേരെയും എനിക്ക് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒബീട്ടോ ആവട്ടെ അവനിപ്പോ വില്ലന് നേർക്ക് ചെല്ലും. ഒബീട്ടോ ചാടി വീണ് അവനെ പിടിച്ചു വലിച്ച് അവന്റെ ചെവി തന്നെ കുത്താണ്. നീ ഇൻവിസിബിൾ ജിപ്സ് ഉപയോഗിച്ച് ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കൂ അല്ലേടാ, ഇനി നീ ഇൻവിസിബിൾ ആവില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ ആ വില്ലനെ ഇടിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ആ വില്ലൻ കാണുക അവന്റെ ശരീര കണ്ണ്. വില്ലൻ പേടിച്ചു വരച്ച് ഇപ്പൊ അത് നോക്കി നിൽക്കും. ഒബീട്ടോ ഷോക്കായിട്ട് ഇപ്പൊ കാക്കാഷിയോട് പറയും, എന്റെ ശരീരം കണ്ണ് അത് അവേക്കനായി, നമുക്ക് എത്രയും പെട്ടെന്ന് റിന്നിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവൻ കാക്കാഷിയും കൂട്ടി ഇപ്പൊ വില്ലന്മാരുടെ ഹൈഡ് ഔട്ടിലേക്ക് ഓടി അടുക്കാൻ തുടങ്ങും. അപ്പൊ ഇവിടെ മറ്റൊരു ഭാഗത്ത് റിന്ന് ബോധമില്ലാതെ അങ്ങനെ വീണ് കിടക്കുകയാണ്. അവർക്ക് മനസ്സിലാവും അവളിപ്പോ ഒരു ഗെഞ്ചിപ്സുല് പെട്ട് കിടക്കുകയാണെന്ന്. അവനെ ഇടിച്ചു പഞ്ചറാക്കി ഒരു മൂലക്കിട്ട് ഇപ്പൊ കാക്കാഷി ആവട്ടെ അവളുടെ ഗെഞ്ചിപ്സു അത് റിലീസ് ചെയ്ത് അവള് വീണ്ടും ഇപ്പൊ മുൻപോട്ട് കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ വില്ലൻ അവൻ വിടില്ല. അവൻ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ പാഞ്ഞെടുക്കും. നമ്മുടെ ആൾക്കാർ ഉഷാറായിട്ട് ഓടുമ്പോ അവനാവട്ടെ ആ ഒരു ഗുഹ തന്നെ ഇപ്പൊ തകർത്ത് താഴെയിടും. ഗുഹയാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പൊ ഒരുപാട് കല്ലുകള് കാക്കാഷിയുടെ ബോഡിയിൽ വീണ് കിടക്കുകയാണ്. അപ്പത്തേക്കും വലിയൊരു കല്ല് അതങ്ങനെ തന്നെ ഒബീട്ടോടെ തലയിൽ വീണ് അവൻ ബോധം നഷ്ടപ്പെട്ട് ഇപ്പൊ താഴേക്ക് വീഴാണ്. ബോധം വരുമ്പോ കാക്കാഷി കാണും ഒബീട്ടോടെ ഒരു ഭാഗം മുഴുവൻ വലിയൊരു പാറയുടെ അടിയില് ഇപ്പൊ കുടുങ്ങിക്കിടക്കുകയാണ്. കാക്കാഷി ഫുൾ പവറില് ഇപ്പൊ ആ ഒരു പാറ അത് തള്ളി മാറ്റാൻ ശ്രമിക്കും. അതിന് ഒബീട്ടോ പറയും, വേണ്ട കാക്കാഷി വേണ്ട, എന്നെ രക്ഷപ്പെടുത്താനാവില്ല, റിന്നിന് അത് കണ്ടു നിൽക്കാനാവില്ല. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങും. ഒരുപാട് നേരം പിടിച്ചു നിന്ന് ഇപ്പൊ കാക്കാഷി അവനും തൊട്ടടുത്തിരുന്ന് കരയാണ്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ റിന്നിനെ അല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടുത്താമെന്ന്, പക്ഷെ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ച് കാക്കാഷി അവന്റെ അടുത്തിരുന്ന് നിലവിളിക്കുകയാണ്. അവൻ പറയും, നീ ചുനിയനായതിനു ശേഷം എല്ലാവരും നിനക്ക് ഗിഫ്റ്റ് തന്നു, പക്ഷെ ഞാൻ മാത്രം നിനക്കൊന്നും തന്നില്ല. ഇപ്പൊ എന്റെ കയ്യില് എന്റെ വലത്തെ കണ്ണ് മാത്രമേ എന്റെ കയ്യിൽ ഇപ്പൊ ബാക്കിയുള്ളൂ. എറീന, എന്റെ വലത്തെ ശരീരം കണ്ണ് അത് നീ എന്റെ ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ സാസുകയ്ക്ക് കൊടുക്കണം. ഇനി മുതല് കാക്കാഷിയിലൂടെ ഞാൻ എല്ലാം കാണുമെന്ന് പറയുമ്പോ അവര് രണ്ടുപേരും അത് കേട്ട് കരയാൻ തുടങ്ങും. ഇപ്പൊ ഒരു കാര്യം, നമ്മുടെ കാക്കാഷിക്ക് ഒരേ ഒരു കണ്ണേ ഉള്ളൂ. അത് കണ്ട് വില്ലൻ ഇപ്പൊ കാക്കാഷി നോക്കി കളിയാക്കും.
അപ്പൊ ഉടനെ കാക്കാശി അവന്റെ തകർന്നു പോയ കണ്ണ് അത് തുറക്കും. അതിന്റെ ഉള്ളിൽ ശരീരം കണ്ണു കണ്ട് ഇപ്പൊ വില്ലനാവട്ടെ അവൻ പേടിച്ചു വിറയ്ക്കും. പക്ഷെ വില്ലൻ അവൻ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ കാക്കാശി നിലത്തടിക്കും. പക്ഷെ കാക്കാശി ഇപ്പോ വെറും കാക്കാശിയല്ല, ശരീരം പവറുള്ള ഒരു ജുനിയനാണ്. കാക്കാശി ചിത്തോരി പവർ എടുത്ത് ചാടി വന്ന് അവന്റെ തലക്കിട്ട് തന്നെ ഒരൊറ്റ അടി കൊടുക്കും. ആ ഒരു അടിയില് അവൻ കറങ്ങി അടിച്ച് താഴെ വീഴും. പിന്നെ അവൻ അനക്കമുണ്ടാവില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്. റിന്നാവട്ടെ അവൾ അവന്റെ കൈയും പിടിച്ച് ഇപ്പൊ സാസുകയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാക്കാശി നടന്നു വരുമ്പോ ഒബീട്ടോ അവന്റെ കൈ പിടിച്ച്, ഞാനാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. വില്ലന്മാര് അവരെത്തും മുൻപേ നീ ഇവളെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടണം. എന്തു വന്നാലും ഇവളെ കൈവിട്ട് കൊടുക്കരുത്. നിങ്ങൾ ഓടി രക്ഷപ്പെട് പോ എന്ന് പറഞ്ഞ് അവൻ അലറാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ആ വില്ലന്മാര് അവരാ ഗുഹയുടെ തൊട്ടടുത്തെത്തും. അപ്പോഴേക്കും ആ ഗുഹ അതിടിഞ്ഞു പൊളിഞ്ഞ് ഇപ്പൊ മുഴുവനായിട്ടും താഴെ വീഴും. അവിടെ വെച്ച് അവനും മരിക്കുകയാണ്. അതൊരു സങ്കട സീനാണ്. വില്ലന്മാര് അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ നമ്മുടെ രണ്ടാൾക്കാരെയും റൗണ്ട് ചെയ്ത് നിൽക്കും. അപ്പൊ കാക്കാശി അവൻ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. അവൻ അവസാനമായിട്ട് ഒബീട്ടോയ്ക്ക് കൊടുത്ത വാക്ക്, ആ വാക്ക് ഞാൻ തീർച്ചയായിട്ടും പാലിക്കുമെന്ന് പറഞ്ഞ് അവൻ മെല്ലെ എഴുന്നേറ്റ് അവന്റെ കയ്യില് ആ ഒരു ചിത്തോരി പവർ അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യും. കാക്കാശി അവളോട് ഓടാൻ പറയും. ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതിനവള് ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ കാക്കാശിയുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിൽക്കാണ്. അതിന് കാക്കാശി പറയും, നിനക്ക് വേണ്ടിയാണ് ഒബീട്ടോ അവന്റെ ജീവൻ തന്നെ കളഞ്ഞത്. കാരണം അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്കണം. എനിക്ക് ഇനിയും ഒരു വേസ്റ്റ് ആയിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ കൂടെയുള്ളവരെയും ഞാൻ എന്നെ സംരക്ഷിക്കും. അപ്പൊ കാക്കാശി അവന് നേരെ ഒരുപാട് വില്ലന്മാര് വരുന്നത് കാണുമ്പോ അവൻ നിലവിളിക്കും, റിൻ ഓടിക്കോ, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ കാക്കാശി അവൻ കണ്ണു തുറക്കുമ്പോ അവന്റെ തൊട്ടടുത്ത് ഇപ്പൊ തേർഡ് ഹൊക്കാഗെ ഉണ്ടാവും. എനിക്ക് എന്താ സംഭവിച്ചേ, നിങ്ങളെന്താ ഇവിടെ, ആ വില്ലന്മാര് അവരെവിടെ, റിൻ എവിടെ എന്നൊക്കെ ചോദിച്ച് അവൻ ടെൻഷൻ ആവാൻ തുടങ്ങും. അപ്പൊ ഹൊക്കാഗെ പറയും, നിനക്ക് ഞാൻ തന്ന ഈ ഒരു വെപ്പൻ ഉപയോഗിച്ചാണ് നീ എവിടെ ഉണ്ടെന്ന് ഞാൻ കറക്റ്റ് കണ്ടുപിടിച്ചത്. നമ്മുടെ ഹൊക്കാഗ ആ വില്ലന്മാരെ മുഴുവൻ ഇപ്പൊ തല്ലി തോൽപ്പിച്ച് നമ്മുടെ രണ്ടാൾക്കാരെയും സേഫ് ആക്കി ഇപ്പൊ തിരികെ കൊണ്ടുവന്നു. റിന്നിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട, അവളതാ ദൂരത്ത് നിപ്പുണ്ട്. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ബ്രിഡ്ജ് അത് നമ്മൾ തകർത്തു. ഹൊക്കാഗ പറയും, ഗ്രാമത്തിനിപ്പോ 2 ഹീറോകളെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുവൻ ശരീരം കണ്ണുമായി ഈ ഗ്രാമത്തെ രക്ഷിച്ചു, മറ്റൊരുത്തൻ അവന്റെ ശരീരം കണ്ണു കൊടുത്ത് ഈ ഗ്രാമത്തെ രക്ഷിച്ചു എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.